ഹലോ ഗേസ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങളിന്ന് സീലിൻ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഓഫ് റോഡും പിന്നെ ഡെസേർട്ട് ഡ്രൈവും ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഈ റോഡ് കുറേ ഓഫ് റോഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻലാൻഡ് സീ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അവിടെ എത്താൻ പറ്റും. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗദി ബോർഡറൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഗേസ്, ഞങ്ങളപ്പോൾ സീലൈൻ ബീച്ചിലെത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് സീലൈൻ ബീച്ച്. അപ്പോൾ ഇവിടെ ബീച്ചും ഡെസേർട്ടും ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു പ്ലേസാണിത്. ഭയങ്കര ബ്യൂട്ടിയാണിത് കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് സൈഡിൽ വലിയ ഡെസേർട്ടും നമ്മൾ ഈ സൈഡിൽ ഫുള്ള് കടലുമായിട്ട്. ഞങ്ങൾ ഈ ഡെസേർട്ടിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അത് വീഡിയോയിൽ എനിക്കറിയില്ല എത്രത്തോളം അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. നല്ല ഹൈറ്റ് ഉണ്ട്. ഞങ്ങളത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി നല്ല തിരക്കുള്ളൊരു ബീച്ചാണ് സീലിൻ ബീച്ച്. പക്ഷേ ഇപ്പോൾ റമദാനായ കാരണം ആളുകൾ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരേ സമയം ബീച്ചും കാണാം, ഡെസേർട്ടും കാണാം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡെസേർട്ട് ഏരിയയിലുള്ള ആക്ടിവിറ്റി ഏരിയയിലേക്കാണ്. ഇവിടെ ധാരാളം അനിമൽസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം, പിന്നെ ക്യാമൽ സഫാരി ഒക്കെ ചെയ്യാം. പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ക്യാമൽ റൈഡ് എന്ന് പറയുന്നത്. എനിക്ക് പേടിയുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് 10 മിനിറ്റ്സ് ഉണ്ട്, ഹാഫ് ആൻ അവർ, 1 hour ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇരുട്ടായി. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നത് ഖത്തറിൻ്റെ പെട്രോളിയം റിഫൈനറിയാണ്.